ഈ കൂണ് കൊണ്ടുള്ള കറി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ചോറിനൂടെ വേറൊരു കറിയും ഇല്ലാണ്ട് സൂപ്പറായിട്ട് തിന്നാൻ പറ്റും ഗൈസ്. വാവ്, കൊതിയാവുന്നു. എന്താ മാമ ടേസ്റ്റ്? എങ്ങനെ ടേസ്റ്റ് എന്താ? ഇഷ്ടപ്പെട്ടോ? എവിടെയോ എന്തോ ഒരു തകരാറ് പോയി. ഗൈസ്, നിങ്ങൾ മിൽക്കി മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഞാനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നമ്മൾ ചിപ്പി കൂണൊക്കെ നമ്മൾ കുറേ മേടിച്ച് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം, ഇത് തുറന്ന് നോക്കാം. ഇത് നമ്മൾ മേടിച്ചത് നാടുകാടിന്നാണ് മേടിച്ചത്, കണ്ണൂർ ഏകദേശം. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ ഇത് പൊളിച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതെന്തായാലും നല്ല നല്ല കട്ടിണ്ട്. ഇതൊക്കെ എൻ്റെ കൈനേക്കാളും നല്ല വലുപ്പമുണ്ട്. ചക്കപ്പൊത്ത് പോലത്തെ സാധനം തോന്നുന്നു. സാധാരണ കൂണ് പോലെ അത്ര സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡാണ്. നമ്മുടെ മുട്ടക്കൂൺ എന്തോ ഒരു കൂണുണ്ടല്ലോ, ബട്ടൺ മഷ്റൂം ഒക്കെ പോലെ ഏകദേശം ആ ടൈപ്പാണ്. പക്ഷെ ഇത് ബട്ടൺ അല്ല, നല്ല വലിയ ടൈപ്പാണ്. ബട്ടൺ എന്ന് പറയുമ്പോൾ ചെറുതാണ്. ആ ഷേപ്പാണ് ഉദ്ദേശിച്ചത്. ഭയങ്കര ഹാർഡ്. നമുക്ക് കട്ട് ചെയ്തിട്ട് മുറിയുന്നുണ്ടോ നോക്കാം. സാധാരണ കൂണൊക്കെ കുറച്ചൊരു സോഫ്റ്റ് അല്ലേ, കുറച്ച് കട്ട് ചെയ്യാം. ഇത് തണ്ട് തന്നെ കണ്ടില്ലേ, ഇങ്ങനെ മുറിക്കുക. ഇല ഭാഗം മോൾ ഭാഗത്തിൻ്റെ ചുരുങ്ങം എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ല, ഇത് ഇവിടെ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയും ചെയ്യുന്നത് ഈ സാധനം. പാൽക്കൂൺ എന്ന് പറഞ്ഞാലും ഇത് പാല് പോലെ അത്ര മൃദുലമല്ല ഗൈസ്, നല്ല ഉറപ്പുണ്ട്. അപ്പം നിങ്ങളിത് കട്ട് ചെയ്യുമ്പോൾ കത്തിയെല്ലാം നല്ല മുറിച്ചാക്കിയിട്ട് വേണം ഗൈസ് ഇത് മുറിക്കാൻ വേണ്ടി, എന്നാലും ഇത് മുറിയൂ. നല്ല ഉറപ്പ്, നല്ല മരം മുറിക്കുന്ന എഫക്റ്റാണ്. നിങ്ങളത് തിന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ഗൈസ്. നിങ്ങൾ ഏത് രീതിയിലാണ് അതാക്കിയത്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഞാൻ ടേസ്റ്റ് ഉണ്ടോ തിന്നിട്ട് പറയാം. ഇത് പാൽക്കൂണെന്ന് പേര് വരാൻ കാരണം ഇതുണ്ടല്ലേ, പാൽക്കൂണെന്ന് പേര് വരാൻ കാരണം ഇതിന് പാല് പോലെ വെള്ള പോലെ ഇരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇത് പലരും പറയുന്നുണ്ട്, അവർ മണ്ടന്മാരാണോന്നറിയില്ല, ഇത് പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പാൽക്കൂണെന്ന് പറഞ്ഞത്. എന്ത് മണ്ടത്തരാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നമ്മളിത് മഞ്ഞൾ കൊണ്ടൊന്ന് ജസ്റ്റ് കഴുകിയിട്ടുണ്ട്. 2 പ്രാവശ്യം കഴുകിക്കാം. കഴുകണമെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി കഴുകിയിട്ടുണ്ട്. നമുക്കിത് ഇനി കറി വെക്കുന്നത് എങ്ങനെ നോക്കാവേ. ഇത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ളത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത്, ഇത് കുറച്ച് ചെറിയ ഉള്ളി, ഇത് 2-3 സവാള, ചെറിയ സവാളയായിട്ട് 3 എടുത്ത്. അപ്പം ഇത്ര നേരം എടുക്കും. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചീനച്ചട്ടിയിൽ, പിന്നെ കടുക്. കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് കുറച്ചിടുന്നതായിരിക്കും നല്ലത്. ഇത് മുഖത്ത് പൊട്ടിത്തെറിക്കാതെ സൂക്ഷിക്കണം, പാട് വരും, പിന്നെ പെട്ടെന്നൊന്നും പോകില്ല. നമ്മളങ്ങനെ കുറേ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കടുക് പൊട്ടാൻ തുടങ്ങി ഗായ്സ്. കടുക് പൊട്ടി പൊട്ടി തെറിച്ചിട്ട് വേണം നമുക്ക് അടുത്തിടാൻ, അല്ലെങ്കിൽ കടുക് തുടങ്ങും. ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, സവാള, നീരാണ് ഒഴിച്ചത്. നമുക്ക് നേരത്തെ 2 തക്കാളി അരച്ചു, അങ്ങനെ വേഗം വഴുത കിട്ടില്ല. കിട്ടുന്നതിനേക്കാളും എളുപ്പമായിട്ട് വഴുത വന്നിട്ട് തക്കാളി അരച്ച് വെച്ച് കൊടുക്കാം. മഞ്ഞപ്പൊടി കുരുമുളക് വേണം. ഈ 2-3 സ്പൂണ് കുരുമുളക് മുളക് പൊടി. ഇച്ചിരി മാത്രമേ ഉള്ളൂ, ഫുൾ ഇടുന്നില്ല. ഇങ്ങനൊരു മറ്റേ കൂണ് പോലെ ഒരു മയമില്ല, അത് വടി പോലെ ഇരിക്കുന്നു. നോക്കാം നമുക്ക് എങ്ങനെ വെന്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത്. നിങ്ങളത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, കുളമാകുമോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇത് വറുത്തരച്ചിട്ടും വെക്കാം, തോരൻ വെക്കാം, പാലൊഴിച്ചിട്ട് വെക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മൾ സാധാരണ കൂണുകളൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇതും വെക്കാവുന്നതാണ്. വറുത്തരച്ച് വെക്കുന്നത് മോന് ഇഷ്ടമില്ല, അത് കാരണം സാധാരണ നമ്മൾ ചിക്കനൊക്കെ വെക്കല്ലേ, മസാല ഇട്ടിട്ട് അതുപോലെ വെക്കാം. ഗൈസ്, ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്ന ചിക്കൻ്റെ നല്ല ചെസ്റ്റ് പീസ് പോലെ എനിക്ക് തോന്നുന്നത്. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം.
ഇത് കറി വെക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ. ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല. ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരും ഇത് മൊത്തം. ഊണിൻ്റെ വീർത്തിരിക്കുന്നതൊക്കെ വെള്ളമാണ്. ആ വെള്ളമൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കുമ്പോൾ ഇറങ്ങി വരും. എന്തായാലും അമ്മാമ്മ പറഞ്ഞിരിക്കുന്നത് കൂണിലുള്ള വെള്ളം അങ്ങ് ഇറങ്ങി വരുന്നതാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ പറയൂ. പ്രായമുള്ളവർ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും. മൂത്തവർ ചൊല്ലും മുതിർന്നിലേക്ക് ആദ്യം കഴിക്കും പിന്നെ കഴിക്കുന്നതാണല്ലോ. ഇതൊരു മാജിക് മസാലയാണേ. ഇത് മോള് ബാംഗ്ലൂർ വന്നപ്പോൾ കൊണ്ടു തന്നത്. പക്ഷേ എനിക്കിതിവിടെ കേരളത്തിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോയി തലപ്പുറമേയാണ് താമസിക്കുന്നത്. അവിടെയൊന്നും ഇത് കിട്ടുന്നില്ല. മാള് പോലത്തെയൊക്കെ അതിനകത്ത് കിട്ടും. അതിനകത്ത് കുറച്ച് പൊടി ചേർക്കുക. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മൾ അരിഞ്ഞ പോലെ തന്നെ വടി പോലെ. ഇതിൻ്റെ മണം തന്നെ എന്ന് പറയുമ്പം എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ കറിയൊന്നും ടേസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ചിക്കൻ കറി പോലത്തെ ടേസ്റ്റ്, വായിന്ന് വെള്ളം പോകുന്ന ടേസ്റ്റാണ്. പക്ഷെ മണം എന്തോ ഒരു അഴുക്ക് മണം പോലെ തോന്നി. പക്ഷെ സാധനം മല്ലിച്ചപ്പും കൂടി ഇടണേ. അതിനകത്ത് കിടന്ന് ഒന്നും കൂടി ഒന്നത് തയ്യാറാണ്. അമ്മയെ കൊണ്ടത് ടേസ്റ്റ് നോക്കിക്കാം. അമ്മയുടെ അഭിപ്രായം എന്താണെന്നറിയാം. അമ്മമ്മ ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പക്ഷെ മണമാണ് തീരെ പിടിക്കാൻ. പക്ഷെ തിന്നുമ്പോൾ സൂപ്പറാണ്. നമുക്ക് ചപ്പാത്തിയിലൂടെയൊക്കെ തിന്നാൻ സൂപ്പറായിരിക്കും. ചൂടായതുകൊണ്ട് മെല്ലെ മെല്ലെയാണ് എടുക്കുന്നത്. തണുപ്പിച്ചിട്ടൊന്നും എടുക്കട്ടെ. അമ്മമ്മ ടേസ്റ്റ് നോക്കുക എങ്ങനെയുണ്ടെന്ന് പറയാം. എന്താ അമ്മമ്മ ടേസ്റ്റ്? എങ്ങനെ ടേസ്റ്റ് എന്താ? ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇഷ്ടപ്പെടാനിയൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അതാണ് എൻ്റെ ടേസ്റ്റ്. സാധാരണ കൂണിൻ്റെ ടേസ്റ്റ് അല്ല അല്ലേ, വേറൊരു ടേസ്റ്റ് അല്ലേ? കറികറാന്ന് മുഖത്ത് കണ്ടിട്ട് വലിയ എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല ഗൈസ്. നമുക്ക് അടുത്ത മമ്മിയുടെ ഒക്കെ അതിൻ്റെ ടേസ്റ്റ് എന്താന്ന് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറ. ഇങ്ങനെ ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റേ കൂണാണ് ഈ കൂണാണ് നല്ലത്? അത് ഓരോ കൂണിനും ഓരോരോ ടേസ്റ്റാണ്. ഈ കൂണിന് വേറൊരു ടേസ്റ്റാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയറി അങ്ങനെ ആയിട്ടില്ല. ഞാനും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. എന്തായാലും ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്താ ടേസ്റ്റ് മോനെ, നല്ല ചിക്കൻ കറി പോലെ. നമ്മുടെ കൂന്തയൊക്കെ വെക്കുന്ന അതുപോലത്തെ ആ ടേസ്റ്റ് അല്ല സാധനം, പക്ഷെ അതുപോലെ ഉണ്ട്. പക്ഷെ എന്താ കറുമുറു എന്നല്ല ഒരുമാതിരി റബ്ബർ പോലെ. പക്ഷെ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിപ്പിക്കൂടിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് തന്നെ. എൻ്റെ പൊന്നു ഗൈസ്, ഇതുണ്ടല്ലോ വിചാരിച്ച പോലെ അല്ല കേട്ടോ. കുറച്ചൊന്നും തണുപ്പിക്കാൻ പറ്റും. അതിൻ്റെ മണമുണ്ടെന്ന് പറഞ്ഞാൽ മണമൊക്കെ പോയി. സാധനം ഇപ്പം തിന്നുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ചോറിനൂടെ വേറൊന്നും വേണ്ട. ഇത് വെച്ച് ഞാൻ ഇങ്ങനെ ഒരു പിടിയെടുത്തിട്ട് ഇത് വെച്ച് ഇങ്ങനെ കുറച്ചങ്ങ് ഇളക്കിയിട്ട് ഒരു പിടി പിടിച്ച് ഒരു തിന്നുണ്ടല്ലോ. എന്താ ടേസ്റ്റ് മോനെ, സ്വർഗം കണ്ട്. സൂപ്പർ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും. കൂൺ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്